മണി ചെയിൻ എന്ന് പറയുന്ന ഒരു സ്കാമാണ്. റോബിൻ ഒട്ടനവധി ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഓൾമോസ്റ്റ് അദ്ദേഹം 36,75,000 രൂപ തരാനുണ്ട്. അതിൻ്റെ സമയത്ത് BJPൻ്റെ പാർട്ടിയിലേക്ക് പലർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കയറാമെന്നുള്ളത് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5,90,000 രൂപ ആ മാസം തന്നെ വീണ്ടും മേടിച്ചിട്ടുണ്ട്. ജോയിച്ചേട്ടന് വലിയ പൈസയാണ് ഇവൻ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവൻ എനിക്കൊരു 1 വീൽ ഒരു വീഡിയോ അയച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാപനത്തിൽ ഒരു ടേബിളിൽ കുറേ പണം. അപ്പോൾ ആ സമയത്താണ് ഇതിനെ BJP ബന്ധത്തിലേക്ക് ഇവൻ കൊണ്ടുവന്നു. ഞാൻ പണം ചോദിക്കുന്നു, ഡെയിലി വിളിക്കും, ബ്രോ പ്രചരണത്തിലാണ്, ബ്രോ ഒരു കാര്യം ചെയ്യും, കുണ്ടറയിലേക്ക് വരും, അവിടെ നമ്മൾ പാർട്ടി ഓഫീസിന് തീർക്കാം. സുരേഷ് സാറിന് അവിടെ പോയിട്ട് കാണുന്നു. അദ്ദേഹത്തിന് എല്ലാ കാരണം അദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത്, രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, റോബിൻ രാധാകൃഷ്ണനും ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായിരുന്നു. അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾ പൈസ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആളതിൻ്റെ തിരിച്ചു തരുന്നില്ല. ഒരു വലിയ എമൗണ്ട്, എൻ്റെ ഒരു 8 ലക്ഷം രൂപയുണ്ട്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുണ്ട്, അബിൽ ഉൾപ്പെടെ ഒത്തിരി സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചു തരുന്നതിൻ്റെ ഒരു നറേറ്റീവ് ഞങ്ങൾക്കിങ്ങനെ നീട്ടി കൊണ്ടുപോകായിരുന്നു. ഇത് രാഷ്ട്രീയത്തിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ തൊട്ട് ആളൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് വാങ്ങിച്ചെടുക്കാമെങ്കിൽ വാങ്ങിച്ചോ, നിങ്ങൾ ഹണി ട്രാപ്പ് പോലുള്ള ഇതിൽ പെടുത്താൻ നോക്കുകയാണെന്നൊക്കെയുള്ളൊരു വ്യത്യസ്തമായൊരു നറേറ്റീവ് പറയാൻ തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അത് പബ്ലിക്കലി വന്ന് പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് ഞങ്ങളെയും കൂടെ കൊണ്ടെത്തിച്ചു. അതായത് അനന്ത് സുൽജിത്ത് എന്ന് പറഞ്ഞൊരു ആളെടുത്ത് പോയിട്ട് സൈബർ കൊട്ടേഷൻ പോലെ നമ്മുടെ എക്സ്പോസ് ചെയ്യാനുള്ള എന്തോ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നു. ബട്ട് അത് ബാക്ക് ഫെയർ ചെയ്തു. അന്വേഷണത്തിൽ റോബിൻ തന്നെയാണ് പൈസയുടെ ഇടപാട് നടത്തി തരാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അത് ബാക്ക് ഫെയർ ചെയ്തു. പിന്നെ ആൾക്ക് ഇമേജാണ് ഏറ്റവും പ്രധാനം, പബ്ലിക്കിലുള്ള ഇമേജാണ്. ആളുടെ ഫാൻസിൻ്റെ അടുത്തും അങ്ങനെയുള്ള ജനറൽ പബ്ലിക്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രസ് മീറ്റ് നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. കാരണം അതിനകത്ത് സ്ലിപ്പ് ഓഫ് ടൈമിൽ പുള്ളി പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, എല്ലാത്തിനും തെളിവുകളുണ്ട്. നിയമപരമായിട്ട് നീങ്ങാനൊക്കെ പറയുന്നുണ്ട്. നിയമപരമായിട്ട് ആദ്യമേ നീങ്ങിയത് ഒരാളാണ് ഞാൻ. പിന്നെ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത്, അതായത് ഫ്യൂണറലിലൊക്കെ പോയ സമയത്തൊക്കെ പോയി കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വന്നിട്ടില്ല എന്ന് പറയാം. ഇപ്പം വിളിച്ചിട്ട് റോബിനും വരാത്ത അവസ്ഥകളുണ്ട്. ഞങ്ങൾ വന്ന് ജനറൽ പബ്ലിക്കിലോട്ട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിടിച്ചു വലിച്ചതെല്ലാം ഇപ്പോൾ പുറത്തോട്ട് വരുന്നതിന് ശേഷം പ്രസ് മീറ്റ് നടത്തി ആൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഞങ്ങൾ കേട്ടു. ആ നറേറ്റീവിനുള്ള മറുപടിയാണ് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്. തെളിവ് ഉൾപ്പെടെ അത് പുറത്തുവിടുകയാണ്. എന്താണ് ഈ റോബിൻ ആക്ച്വലി എന്ത് സ്കാമാണ് നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് കാശ് വാങ്ങി തന്നെ? ഇത് സ്കാം എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മണി ചെയിൻ എന്ന് പറയുന്ന ഒരു സ്കാമാണ്. റോബിൻ ഒട്ടനവധി ആൾക്കാരുടെ അടുത്ത്, ഇപ്പോൾ എൻ്റേത് വ്യക്തിപരമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രദർ അടുപ്പമുണ്ട്. എന്നാലും അതല്ലാതെ തന്നെ ഒത്തിരി ആളുകൾ ഇടുന്ന സ്കാം നടത്തുന്ന രീതി. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇന്നലെ അഖിൽ മാരാറുടെ ഒരു സ്റ്റോറി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. 10 ലക്ഷം ചോദിച്ചു, 11 ലക്ഷം 10 ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞാനും പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്നേനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം ലക്ഷ്മിക്കെതിരെ പരാതി കൊടുത്തുകൊണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ പുള്ളിക്കാരൻ്റെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ട് ഇപ്പം പറഞ്ഞുകൊണ്ട് നമ്മളെ ഇതിനൊക്കെ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഹണി ട്രാപ്പായിട്ട് പുള്ളിക്കാരൻ, കാരണം ആളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ മീഡിയയിലേക്ക് ഒരിക്കലും വരില്ല എന്നുള്ളതുണ്ട്. കാരണം ഞാനൊരു ബിസിനസ്മാനാണ്. നമ്മളെ മേഖല അല്ലെങ്കിൽ നമ്മൾ ഒരു ഫാമിലി നോക്കും, അല്ലെങ്കിൽ നാളെ ഇത് വരുമ്പോൾ ഒരു എക്സ്പോസ്ഡ് ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്നുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം വരും. ഇദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് കാരണമാണ്, അല്ലെങ്കിൽ ഞാനിത് ലീഗലി മാത്രം മൂവ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു കേസായിരുന്നു. അപ്പോൾ ഇത് നടന്നിരിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2025 സാമ്പത്തിക വർഷത്തിൽ എനിക്ക് ഓൾമോസ്റ്റ് അദ്ദേഹം 36,75,000 രൂപ തരാനുണ്ട്. അത് ഒഫീഷ്യലി വീഡിയോ എൻ്റെ വീട്ടിൽ, കാരണം എന്നെ പല ഘട്ടങ്ങളിലായിട്ടാണ് മേടിച്ച്. ആദ്യമൊക്കെ 50,000 കൊടുക്കുന്നു, തിരിച്ചു വരുന്നു, 1 ലക്ഷം കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെ ഒരു ലോങ് ജേണി ആയിട്ടാണ്, ഒരു 8 മാസം കൊണ്ടാണ് ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് വലിയ ഫണ്ടുകളിലേക്ക് അത് പോകുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വൈഫിനും അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് 11.5 ലക്ഷം രൂപ, അദ്ദേഹത്തിൻ്റെ വൈഫിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബിസിനസ് ആവശ്യം എല്ലാം കൂടി ഇതിൽ മെർജ്ഡാണ്. അങ്ങനെ ഡിസംബർ മാസത്തിൽ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഒരു ധാരണയായി ഡിസംബറിൽ തീർക്കുമെന്ന് പറഞ്ഞതാണ് ഈ 36,75,000 രൂപ. അപ്പോൾ ലാസ്റ്റ് അദ്ദേഹം നമ്മളടുത്ത് 1 മാസം കൂടി കൂട്ടി ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ജാനുവരി 31. ശരി, ജാനുവരി 31 വളരെ സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു, വീഡിയോ തന്നു. അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ ഇതൊക്കെ എഴുതി, ലെറ്ററൊക്കെ എഴുതി എല്ലാം കഴിഞ്ഞ് നമ്മൾ സന്തോഷമായിട്ട് പിരിയുന്നു. പിറ്റേ ദിവസം ഫ്രണ്ട്ഷിപ്പ് വീണ്ടും 1-ാം തീയതി മുതൽ തുടങ്ങി നമ്മൾ നോർമലി വരുന്നു. അപ്പോഴാണ് പിന്നെ BJP ഘട്ടങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ചേട്ടാ എനിക്ക് പോകാനെങ്കിൽ ഒരു ഡ്രസ്സ് പോലും മേടിക്കാൻ പൈസ ഇല്ല. ആ രീതിയിലുള്ള വർത്തമാനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു. വീണ്ടും ഞാൻ പൈസ സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ സമയത്ത് BJPൻ്റെ പാർട്ടിയിലേക്ക് പലർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കയറാമെന്നുള്ളത് പറഞ്ഞിട്ട് എനിക്ക് ഒരു 5,90,000 രൂപ ആ മാസം തന്നെ വീണ്ടും മേടിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ 2-3 ദിവസം വീണ്ടും നമ്മളെ സഹായിക്കുകയാണ്. അങ്ങനെ ഒരു 45 lakhs ആ പണം വീണ്ടും ഉയരുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് എപ്പോഴാണ് ഇത് പൊളിയുന്ന എപ്പോഴാന്ന് വെച്ചാൽ ജാനുവരി എൻഡ് 31 തീരുമല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്താണ് 30-ാം തീയതി
ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഫണ്ടൊന്നുമില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ആകെ അപ്സെറ്റ് ആവുന്നു, നമ്മൾ ഇമോഷണലി സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ എൻ്റെ ഫോൺ കട്ടാവുന്നു. ലക്ഷ്മിയുടെ സൈഡിൽ നിന്ന് ലക്ഷ്മി വിളിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ എക്സ്ട്രീം ലെവലിൽ, നമുക്കത് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ പോലും അത്ര സുരക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ അറിയാലോ, BJP വന്നപ്പോൾ ആദ്യം തന്നെ സ്ത്രീത്വ സമത്വത്തിന് സ്ത്രീ സുരക്ഷയൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന വ്യക്തി ഒരു സ്ത്രീയെ ഏറ്റവും അപകീർത്തിപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയും, പിന്നീട് അന്ന് സമയത്ത് തന്നെ റോയ് സാറ് മരിച്ചൊരു ദിവസമാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ സമയത്ത് ബാംഗ്ലൂരിലേക്ക് രാവിലെ ഫ്ലൈറ്റിന് പോകേണ്ടതാണ്. നമുക്ക് പോലീസിലേക്ക് ലക്ഷ്മി നമുക്ക് വിൽ ഗോ, പോലീസ് സ്റ്റേഷനിൽ തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം, കാരണം ആളുടെ ഒരു അപമാനം ഏറ്റതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അന്ന് രാത്രി തന്നെ ഇയാൾ എന്ത് ചെയ്തു, നേരെ തുമ്പ സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാം, എനിക്ക് വധശ്രമത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ സാമ്പത്തികം കൊടുക്കാനുണ്ട്, പക്ഷേ ഇവരുടെ ത്രട്ടനിങ് എനിക്ക് സഹിക്കാൻ കഴിയാതെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ ഇരിക്കുമ്പോൾ അവിടുന്ന് കോൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സാർ ഇത് സാമ്പത്തികൻ്റെ കാര്യമാണ്, നമുക്ക് വന്ന് പ്രൂവ് ചെയ്യാൻ കാരണം അതിൻ്റെ എവിഡൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഓക്കെ നിങ്ങൾ വന്നോളൂ, എത്ര ദിവസമാണ്? ഞാൻ ഒരു 8 ദിവസം കൊണ്ട് വന്നേക്കാം, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തിയതിന് ശേഷം അങ്ങോട്ട് വരണം, അത് കഴിഞ്ഞിട്ട് വന്നേക്കാമെന്ന് പറയുന്നു. പിന്നെ അവിടുന്ന് ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇവൻ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഞാൻ ലക്ഷ്മിയോട് മാപ്പ് പറഞ്ഞ് ലക്ഷ്മിയോട് അയക്കുന്നു, എനിക്കും ബ്രോ ഞാൻ ആ ഫണ്ട് തരാം, കുറച്ച് സമയം കൂടി നീട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇവൻ സമയം ചോദിക്കുന്നു. അപ്പോഴാണ് പ്രൊഡ്യൂസർ ജോബി ഇതിലേക്ക് ഇടപെടുന്നത്. അപ്പോൾ ജോബി ചേട്ടനും വലിയ പൈസ കൊടുക്കാനുണ്ട്. ജോബി ചേട്ടൻ പിന്നെ കൊടുത്തത് ഫിനാൻസ് ആയിട്ടാണ്. അപ്പം അതിൽ ആ ഫിനാൻസ് ലൈനിലേക്ക് വരുമ്പോൾ ആൾ പ്രൊട്ടക്റ്റഡ് ആണ് ഇങ്ങനെ കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മാർച്ച് 8-ാം തീയതി വരെ ജോബി ചേട്ടൻ വീണ്ടും എന്നെ ഇതിലേക്ക് ഇൻവോൾവ് ആക്കുന്നു. അപ്പോൾ ജോബി ചേട്ടൻ്റെ ഒരു വിശ്വാസം, ഞാൻ പറഞ്ഞു ജോബി ചേട്ടൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, അവൻ എൻ്റെ ഒരു ഫിനാൻസ് ഉണ്ട്, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവന് പുതിയ ലോണായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പേടിക്കണ്ട, ഒരു 1 കോടി രൂപ ഞാൻ അവന് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ജോബി ചേട്ടൻ വീണ്ടും പറയുന്നു. ആ രീതിയിലേക്ക് വീണ്ടും 8-ാം തീയതി ആവുന്നു. പിന്നെ ആ സമയത്ത് 8-ാം തീയതി ആവുന്ന സമയത്ത് ഇവൻ പറഞ്ഞു ജോബി ചേട്ടൻ പറ്റിച്ചു, തരാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ജോബി ചേട്ടൻ എങ്ങനെ പറ്റിച്ചു, ഞാൻ ആ ലോൺ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടുന്ന് ഈ ലോൺ ക്ലോസ് ചെയ്തു, കാരണം ജോബി ചേട്ടന് വലിയ പൈസ അവൻ കൊടുക്കാനുള്ളത്. ജോബി ചേട്ടന് വലിയ പൈസയാണ് ഇവൻ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവൻ എനിക്കൊരു 1 വീൽ ഒരു വീഡിയോ അയച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥാപനത്തിൽ ഒരു ടേബിളിൽ കുറേ പണം, നിങ്ങൾ ആലോചിക്കണം, മൈ നെറ്റിൽ അവൻ്റെ വരുമാന മാർഗ്ഗം അവൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആകെ കാണിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ 3,60,000 രൂപയാണ്. അതിലൊരു 1.5 ലക്ഷം രൂപയുടെ കാറ്, ഒരു 2 പവൻ ഇത്, പിന്നെ ചില്ലറ ബാങ്ക് ബാലൻസ്, ഇതെല്ലാം കാണിച്ച വ്യക്തിക്ക് എവിടുന്ന്, എന്നാൽ എനിക്കും രാഷ്ട്രീയമുണ്ട്, എന്നാലും ഇപ്പം ഞാൻ പറയേണ്ടത് ആ സമയത്ത് എനിക്ക് 6 ലക്ഷം തന്നു കേട്ടോ, അത് ഇല്ല എന്ന് പറയുന്നത്, ഒരു 6 ലക്ഷം രൂപ അദ്ദേഹം ആ സമയത്ത് തന്നു. ഇതെല്ലാം ഇലക്ഷൻ സമയത്താണ്. അപ്പോൾ ബാക്കി ഫണ്ട് എന്നോട് വീണ്ടും നീട്ടിപ്പിടിച്ച് 30-ാം തീയതി വരെ നീട്ടിപ്പിടിക്കുകയാണ്, വീണ്ടും 30th വരെ നീട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇതിനെ BJP ബന്ധത്തിലേക്ക് ഇവൻ കൊണ്ടുവന്നു. അപ്പോൾ BJPയിൽ എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണം ചോദിക്കുന്നു, ഡെയിലി വിളിക്കും, ബ്രോ പ്രചരണത്തിലാണ്, ബ്രോ ഒരു കാര്യം ചെയ്യും, കുണ്ടറയിലേക്ക് വരും, എവിഡൻസ് ആയിട്ട് വോയിസ് കുണ്ടറയിലേക്ക് മണ്ഡലത്തിലേക്ക് വരും. അവിടെ വന്നു കഴിഞ്ഞാൽ സംസ്ഥാന നേതൃത്വത്തെ അന്വേഷിച്ചിട്ടുണ്ട്, കേന്ദ്ര സംസ്ഥാനം ജില്ലാ കമ്മിറ്റിയെ അന്വേഷിച്ചിട്ടുണ്ട്, അവർ തീർക്കാമെന്ന് പറയുന്നത്. നേരെ ബ്രോ വന്നോളൂ, അവിടെ നമ്മൾ പാർട്ടി ഓഫീസിന് തീർക്കാം. അപ്പോൾ ഇതിന് നമുക്കൊരു അറിയാലോ, രാഷ്ട്രീയവൽക്കരിച്ച് അത് വേറെ രീതിയിൽ ട്രാപ്പ് എന്നുള്ളത് നമ്മൾ പോയിട്ടില്ല. ഞാൻ പറഞ്ഞത് നിൻ്റെ ആൾക്കാരെ കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വാ, നമുക്ക് ഇവിടെ സംസാരിക്കാം, അല്ലാതെ പാർട്ടി ഓഫീസിൽ വന്ന് ഫണ്ട് മേടിക്കേണ്ട ആവശ്യമില്ല, എസ്പെഷ്യലി ഞാനൊരു CPM-കാരനായതുകൊണ്ട് മാത്രം. അപ്പോൾ ഞാൻ അത് ആ രീതിയിൽ പറഞ്ഞു, അത് വിടുന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ സുരേഷ് സാറിനെ പോയി കാണുന്നു വിജയിൽ. ഈ എല്ലാ എവിഡൻസും സുരേഷ് സാറിനെ അവിടെ പോയിട്ട് കാണുന്നു. അദ്ദേഹത്തിന് കാരണം അദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത്, രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മുഴുവൻ കാര്യങ്ങളും നമ്മൾ കാണിച്ചു കൊടുക്കുന്നു സുരേഷ് ചേട്ടൻ ഇതാണ് അവസ്ഥ, ഒരു സ്ത്രീത്വത്തിന് അപമാനം കാണിച്ചത്, അതിൻ്റെ വോയിസുകളെല്ലാം നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നു. സുരേഷ് സാറിന് കാര്യം മനസ്സിലാവും. സുരേഷ് ചേട്ടൻ അപ്പം പറഞ്ഞൊരു വാക്ക്, അല്ലേ ഒന്നിലിപ്പം നിങ്ങൾ ലെറ്റർ തന്നാൽ ഇവനിപ്പം പുറത്താക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ അവനൊരു സമയം കൊടുക്കാം, ഓക്കെ, ഞാൻ അവനോട് സംസാരിക്കാം, നിങ്ങളെ ഫണ്ട് സെറ്റിൽ ചെയ്യാതെ ഇനി BJP പാർട്ടിയിൽ തുടരാൻ അവന് പറ്റത്തില്ല എന്ന്. അപ്പോൾ ആ ഒരു വാക്ക് നമുക്കൊരു ശക്തിയായി.